പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും +2 ബിസിനസ് സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ബിസിനസ് പരിതസ്ഥിതിയുടെ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് അഥവാ സവിശേഷതകളും അതുപോലെ ബിസിനസ് എൻവയോൺമെൻറ്റ് ബിസിനസ് പരിസ്ഥിതിയുടെ പ്രാധാന്യവുമാണ് മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ ബിസിനസ് പരിതസ്ഥിതിയുടെ ഡെപ്ത്, ബിസിനസ് പരിതസ്ഥിതിയുടെ മാനങ്ങൾ അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഓർ ഫാക്ടേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന രീതിയിൽ ചോദിക്കാം, ഫാക്ടേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന രീതിയിൽ ചോദിക്കാം, എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ഈ മൂന്ന് രീതിയിലും ചോദിച്ചാലും ഒരേ ഉത്തരമാണ് ഇതിനുള്ളത്. ബിസിനസ് പരിതസ്ഥിതിയുടെ മാനങ്ങൾ അഥവാ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിൽ 5 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ബിസിനസ് പരിതസ്ഥിതിക്കുള്ളത്. അത് ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്. എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പരിതസ്ഥിതി, സോഷ്യൽ എൻവയോൺമെൻറ്റ് സാമൂഹിക പരിതസ്ഥിതി, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് സാങ്കേതിക പരിതസ്ഥിതി, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് രാഷ്ട്രീയ പരിതസ്ഥിതി, ലീഗൽ എൻവയോൺമെൻറ്റ് നിയമപരമായ പരിതസ്ഥിതി. ഈ 5 പരിതസ്ഥിതികളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിലാദ്യത്തേത് എക്കണോമിക് എൻവയോൺമെൻറ്റ്, സാമ്പത്തിക പരിതസ്ഥിതി എന്താണെന്ന് നോക്കാം. എക്കണോമിക് പോളിസീസ് ഓഫ് ഗവൺമെൻറ് മേ ഫേവറബിളി എഫക്റ്റ് ദ ബിസിനസ് whereas it may adversely affect some others. ഒരു ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയങ്ങൾ ബിസിനസ്സിനെ അവസരങ്ങൾ നൽകാം, ബിസിനസ്സിന് അനുയോജ്യമായ രീതിയിൽ ബാധിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിന് എതിരായ രീതിയിലും ബാധിക്കാം. അപ്പോൾ ചില സാമ്പത്തിക നയങ്ങൾ ബിസിനസ്സിന് അനുയോജ്യമാകും, ചില സാമ്പത്തിക നയങ്ങൾ ബിസിനസ്സിന് എതിരാവുകയും ചെയ്യും. ഇമ്പോർട്ട് an എക്സാമ്പിളാണ് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ ഓൺ സം ഗുഡ്സ് മേ ഗീവ് അഡ്വാൻറ്റേജ് ടു ഹോം ഇൻഡസ്ട്രീസ്. പിന്നെ ഇറക്കുമതിക്ക് നിയന്ത്രണം വരുത്തുന്നു. ഇറക്കുമതിക്ക് നിയന്ത്രണം നമ്മുടെ രാജ്യത്ത് സർക്കാർ നടപ്പാക്കിയാൽ അത് ചില നമ്മുടെ ആഭ്യന്തര വ്യവസായങ്ങൾക്ക് അത് ഗുണകരമാണ്. അത്തരം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആഭ്യന്തര വ്യവസായങ്ങൾക്ക് അത് ഗുണകരമാണ്. എന്നാൽ ലിബറലൈസേഷൻ ഓൺ ഇമ്പോർട്ട് അട്രാക്ട്സ് ഫോറിൻ പ്രൊഡ്യൂസേഴ്സ്, ഇറ്റ് മേ ക്രിയേറ്റ് ഡിഫിക്കൽറ്റി ടു ഹോം പ്രൊഡ്യൂസേഴ്സ്. ഇനി ലിബറലൈസേഷനാണ്, ഉദാരവൽക്കരണമാണ്. എത്ര വേണമെങ്കിലും ഇറക്കുമതി ചെയ്യാം എന്നൊരു നയമാണ് ഗവൺമെൻറ്റിനുള്ളെങ്കിൽ അത് വിദേശത്തുള്ള വൻകിട കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുകയും ഫലമായിട്ട് ഇന്ത്യയിലുള്ള ആഭ്യന്തര വിപണിയിലുള്ള ചെറുകിട വ്യവസായങ്ങളെ അത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയങ്ങൾ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ചുറ്റുപാടുള്ള സാമ്പത്തിക പരിതസ്ഥിതി ആ ബിസിനസ്സിനെ കാര്യമായി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ കുറഞ്ഞ പലിശക്ക് ദീർഘകാല വായ്പ ലഭിക്കാനുള്ളൊരു സൗകര്യം നമ്മുടെ നാട്ടിലുണ്ടെന്ന് വിചാരിച്ചാൽ, പലിശ നിരക്ക് കുറവാണ്, ദീർഘകാല വായ്പ കിട്ടുന്നു, കുറേ കാലത്തേക്കുള്ള വായ്പ വളരെ എളുപ്പം കുറഞ്ഞ പലിശ നിരക്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് കാറുകളുടെയും വീടുകളുടെയൊക്കെ വിൽപ്പനയിൽ നല്ല വർധനവുണ്ടാവും. അപ്പോൾ പലിശ നിരക്കിൻ്റെ അവസ്ഥ പോലും അത് എക്കണോമിക് എൻവയോൺമെൻറ്റാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയും വായ്പ കിട്ടാനുള്ള സൗകര്യം വർദ്ധിക്കുകയും ചെയ്താൽ ഇവിടെ ചില കച്ചവടങ്ങളുടെ വർദ്ധിക്കും. ഉദാഹരണത്തിന് വീടുകളുടെയും കാറുകളുടെയൊക്കെ വിൽപ്പന വർദ്ധിക്കും. അപ്പോൾ ഈ എക്കണോമിക് എൻവയോൺമെൻറ്റ് സാമ്പത്തിക പരിതസ്ഥിതിയെക്കുറിച്ച്
ബിസിനസ് നടത്തുന്ന ആൾ ശരിക്കും പഠിച്ചിട്ട് വേണം കച്ചവടത്തിന് ഇറങ്ങാൻ. അപ്പോൾ ബിസിനസ് പരിതസ്ഥിതിയുടെ ഒന്നാമത്തെ ഫാക്ടറാണ്, എലമെൻ്റാണ് എക്കണോമിക് എൻവയോൺമെൻറ്റ്. രണ്ടാമത്തെ എലമെൻറ്റ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ബിസിനസ് പരിതസ്ഥിതിയുടെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സാമൂഹിക പരിതസ്ഥിതിയാണ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്. എ ബിസിനസ് ഗെറ്റ്സ് ഇറ്റ്സ് ഇൻപുട്സ് ഫ്രം സൊസൈറ്റി. ഒരു സമൂഹത്തിൽ നിന്നാണ് ബിസിനസ്സിന് അതിൻ്റെ ഇൻപുട്ടുകൾ ലഭിക്കുന്നത്. ഒരു ബിസിനസ്സിന് ആവശ്യമായ വിഭവങ്ങൾ ലഭിക്കുന്നത് അത് ആ ബിസിനസ്സിൻ്റെ ചുറ്റുപാടുള്ള സമൂഹത്തിൽ നിന്നാണ്. ആൻഡ് റിട്ടേൺസ് ദ ഔട്ട്പുട്ട് അഗെയിൻസ്റ്റ് ടു ദ സൊസൈറ്റി. എന്നിട്ട് ആ സമൂഹത്തിൽ നിന്ന് വിഭവങ്ങൾ ശേഖരിച്ച് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് തിരിച്ച് ആ സമൂഹത്തിലേക്ക് തന്നെയാണ് അത് കച്ചവടം ചെയ്യുന്നത്, അക്കോർഡിംഗ് ടു ഇറ്റ്സ് നീഡ്, ഈ സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്നാണ് ഇൻപുട്ടുകൾ സ്വീകരിക്കുകയും ആ സമൂഹത്തിലേക്ക് തന്നെ തിരിച്ച് ഔട്ട്പുട്ട് കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് സ്ഥാപനം വിജയകരമായി പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ സാമൂഹികമായ അന്തരീക്ഷം, സോഷ്യൽ എൻവയോൺമെൻറ്റ് ശരിക്ക് പഠിക്കേണ്ടതുണ്ട്. ദ സോഷ്യൽ എൻവയോൺമെൻറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോപ്പുലേഷൻ ട്രെൻഡ്സ്. സാമൂഹിക അന്തരീക്ഷം എന്ന് പറയുന്നത് ഒന്ന് ജനസംഖ്യാ നിരക്ക്, പോപ്പുലേഷൻ ട്രെൻഡാണ്. അതുപോലെ ഇൻഡിവിജ്വൽ നീഡ്സ്, വ്യക്തികളുടെ ആവശ്യങ്ങൾ, കൾച്ചറൽ ഫാക്ടേഴ്സ്, സാംസ്കാരികമായ കാര്യങ്ങൾ, അത് റിലീജിയന്, മതപരമായ കാര്യങ്ങൾ, അതുപോലെ ആളുകളുടെ ടേസ്റ്റ്, ട്രെൻഡ്, ഫാഷൻ, ഇങ്ങനെ സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് സാമൂഹികാന്തരീക്ഷം. ഒരു ബിസിനസ് സ്ഥാപനം ഇതെല്ലാം അറിഞ്ഞിരിക്കണമെങ്കിലേ കച്ചവടം മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു സാമൂഹിക അന്തരീക്ഷം, ഇന്ത്യയിൽ വിവിധങ്ങളായ ഉത്സവാഘോഷങ്ങൾ ധാരാളമുണ്ട്. അത് ബിസിനസ്സിന് നല്ല അവസരം നൽകുന്നതാണ്. ഒരുപാട് ഉത്സവാഘോഷങ്ങൾ ഉള്ളതുകൊണ്ട് ആ സമയത്ത് ആശംസ കാർഡ് നിർമ്മിക്കുന്ന കമ്പനിക്കാർ, മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവർക്ക്, പടക്ക നിർമ്മാതാക്കൾക്ക് തുടങ്ങിയവർക്കൊക്കെ, ടൈലറിങ് സ്ഥാപനങ്ങൾ തുടങ്ങിയവർക്കൊക്കെ നല്ല വിറ്റുവരവുണ്ടാകുന്നത് ആ സമയത്താണ്. അപ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന ആഘോഷങ്ങൾ, ആചാരങ്ങൾ, അവരുടെ ഫാഷന്, ട്രെൻഡ്, ഇതൊക്കെ സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. അത് ഒരു ബിസിനസ് സ്ഥാപനം ശരിക്ക് പഠിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ബിസിനസ്സിന് വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അടുത്ത മൂന്നാമത്തെ പരിതസ്ഥിതി എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, സാങ്കേതിക പരിതസ്ഥിതി, സാങ്കേതിക വിദ്യാപരമായ പരിതസ്ഥിതി, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആൻഡ് സർവീസസ് ആർ ഫാസ്റ്റ് ചേഞ്ചിങ്. നമുക്കറിയാം, ഇന്ന് ഉൽപ്പാദന രീതിയും അതുപോലെ സേവനത്തിൻ്റെയൊക്കെ രീതിയൊക്കെ വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി ഈസ് ഫാസ്റ്റ് ചേഞ്ചിങ്. ടെക്നോളജിയൊക്കെ വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പഴയ കാലത്തെ ടേപ്പ് റെക്കോർഡർ. ഇന്ന് അതിനു പകരം VCD അതും മാറി ഇന്ന് ചെറിയ ചെറിയ ഉപകരണങ്ങളിലേക്ക് മാറിയിട്ട് മെമ്മറി കാർഡ് അല്ലെങ്കിൽ USB ഡ്രൈവ്. അപ്പോൾ ഈ രീതിയിൽ ടെക്നോളജി വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ന്യൂ പ്രൊസീജിയേഴ്സ് ആർ ഡെവലപ്പിംഗ് റാപ്പിഡ്ലി. പുതിയ ഉപകരണങ്ങൾ, പുതിയ രീതികളൊക്കെ വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രൊഡക്ഷൻ സിസ്റ്റം മെയ്ഡ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ദ ബിസിനസ് സെക്ടർ. ബിസിനസ് രംഗത്ത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഉൽപ്പാദന രീതി, കമ്പ്യൂട്ടർവൽകൃത ഉൽപ്പാദന രീതി ഭയങ്കരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്.
ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്ത് CDs ആൻഡ് DVDs വൈപ്ഡ് ഔട്ട് വീഡിയോ കാസറ്റ്സ് ആൻഡ് ടൈപ്പ് റെക്കോർഡേഴ്സ്. CD-യും DVD ഒക്കെ വന്നതോടുകൂടി വീഡിയോ കാസറ്റും ടൈപ്പ് റെക്കോർഡറൊക്കെ പോയി. അതുപോലെ ഓരോ അനുദിനം ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ബിസിനസ്സിനെ ബാധിക്കും. അപ്പോൾ ബിസിനസ് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. ബിസിനസ് ടെക്നോളജിയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ബിസിനസ് മാറും. ബിസിനസ്സിന് ഒരിക്കലും ടെക്നോളജിയെ ബിസിനസ്സിൻ്റെ രീതിയിലേക്ക് മാറ്റാൻ കഴിയില്ല. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ബിസിനസ് മാറും. അതിന് ബിസിനസ്സിൻ്റെ സാങ്കേതികപരമായ പരിതസ്ഥിതിയെക്കുറിച്ച് ബിസിനസ് ശരിക്ക് പഠിച്ചിരിക്കണം. ഇതാണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, സാങ്കേതിക വിദ്യാപരമായ പരിതസ്ഥിതി. നാലാമത്തെ രാഷ്ട്രീയ പരിതസ്ഥിതി. രാഷ്ട്രീയ പരിതസ്ഥിതി പറഞ്ഞാൽ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദിയർ ഐഡിയോളജി, ടൈപ്പ് ഓഫ് ഗവൺമെൻറ്, സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെൻറ്, പോളിസി ടുവേഴ്സ് ബിസിനസ്. ഈ രാഷ്ട്രീയ പരിതസ്ഥിതി എന്ന് പറയുമ്പോൾ അതിൽ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ, രാഷ്ട്രീയ പാർട്ടികളുടെ ഐഡിയോളജി പെടും, അവരുടെ ആശയങ്ങൾ. പിന്നെ ടൈപ്പ് ഓഫ് ഗവൺമെൻറ്, ഒരു സിംഗിൾ കൊയാലിഷൻ ഗവൺമെൻറ്, അത് ഒരു പാർട്ടി മാത്രം ഭരിക്കാതെ കൂടുതൽ പാർട്ടികൾ കൂടിച്ചേർന്ന് ഭരിക്കുന്നതൊക്കെ ഈ രാഷ്ട്രീയപരമായ നയങ്ങളിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും. സ്റ്റെബിലിറ്റി ഓഫ് ദി ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ സ്ഥിരത. ഉദാഹരണത്തിന് ഇറാൻ, ഇറാഖ്, യമൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ട്. അപ്പോൾ ഈ യമൻ, ഇറാഖ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ രാഷ്ട്രീയ അസ്ഥിരത ഉള്ളതുകൊണ്ട് അവിടെ ഒരു ബിസിനസ് ആരംഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസം നിറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിരത, സ്റ്റെബിലിറ്റി ഓഫ് ദി ഗവൺമെൻറ് ബിസിനസ്സിൻ്റെ പോളിസിയെ ബാധിക്കും. ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്ത കൊക്കോകോള, എ മൾട്ടിനാഷണൽ കമ്പനി, ഡിസ്കണ്ടിന്യൂഡ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ഇൻ ഇന്ത്യ ഇൻ ദ ലേറ്റ് 70s. 70കളിൽ കൊക്കോകോള കമ്പനി അവരുടെ ഇന്ത്യയിലുള്ള ഉൽപ്പാദനം, ഇന്ത്യയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ചിരുന്നു. കാരണം എന്താ? ഡ്യൂ ടു ഗവൺമെൻറ് പോളിസി. അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുടെ ഫലമായിട്ട് അവർക്ക് ഇവിടെ തുടരാൻ പ്രയാസമായതുകൊണ്ട് കൊക്കോകോള പോലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യയിലുള്ള വ്യവസായങ്ങൾ, പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തിവെച്ചിരുന്നു. എന്നാൽ അഗെയിൻ ഇൻ 1989, 1989 അവർ വീണ്ടും ഇന്ത്യയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങളുമായി തിരിച്ചു വന്നു. അന്നത്തെ ഗവൺമെൻറ് പോളിസി ആ രീതിയിലായിരുന്നു. അപ്പോൾ ഓരോ ഗവൺമെൻറ്റിൻ്റെ പോളിസിയെയും ബിസിനസ്സിൻ്റെ വളർച്ചയെയും ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കും. ഈ രാഷ്ട്രീയ പരിതസ്ഥിതിയെക്കുറിച്ച്, ഈ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിനെക്കുറിച്ച് ബിസിനസ് നടത്തുന്നവർ പഠിച്ചിരിക്കണം. ലാസ്റ്റ് പോയിൻ്റാണ് ലീഗൽ എൻവയോൺമെൻറ്റ് അഥവാ നിയമപരമായ പരിതസ്ഥിതി. ഈ നിയമപരമായ പരിതസ്ഥിതി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ദി ആക്ട്സ് ദാറ്റ് ഹാവ് ബീൻ പാസ്ഡ് ബൈ ദി സെൻട്രൽ ആൻഡ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ഇന്ത്യയിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കേരള സർക്കാരോ, സെൻട്രൽ പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്, സ്റ്റേറ്റ് പറഞ്ഞാൽ കേരള സർക്കാർ, സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ പാസ്സാക്കുന്ന നിയമങ്ങളും ആക്റ്റുകളുമൊക്കെയാണ് ഈ ലീഗൽ എൻവയോൺമെൻറ്റ് അറിയുന്നത്. അവർ പാസ്സാക്കുന്ന നിയമങ്ങൾ അത് ശരിക്ക് ഒരു ബിസിനസ് പഠിച്ചിരിക്കണം. ഇപ്പോൾ ഇവിടെ ഇൻകം ടാക്സ് ആക്ട്, ചിത്രത്തിൽ കൊടുത്ത ഇൻകം ടാക്സ് ആക്ട്, കമ്പനീസ് ആക്ട് 2013, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ട്രേഡ് മാർക്ക് ആക്ട്, ഇതൊക്കെ ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയ നിയമങ്ങളാണ്. ഇത് ശരിക്കും ഒരു ബിസിനസ് സ്ഥാപനം അറിഞ്ഞിരിക്കണം. ദ ലോസ് റിലേറ്റഡ് ടു ബിസിനസ് മെയ്ഡ് ബൈ ഗവൺമെൻറ് ആർ ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ്. ബിസിനസ്സിനെ നേരിട്ട് ബാധിക്കുന്ന ഗവൺമെൻറ് പാസ്സാക്കിയ നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. അത് ബിസിനസ് പഠിച്ചിരിക്കണം. ആൾ മെമ്പേഴ്സ് ഓഫ് ബിസിനസ് കമ്മ്യൂണിറ്റി മസ്റ്റ് ഫോളോ ദീസ് ലോസ്. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഈ നിയമങ്ങൾ, ഗവൺമെൻറ് പാസ്സാക്കിയ ആ രാജ്യത്തുള്ള നിയമങ്ങൾ മുഴുവൻ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നിയമപരമായ പരിതസ്ഥിതിയെക്കുറിച്ച് ശരിക്കൊരു ബിസിനസ് സ്ഥാപനം പഠിച്ചിരിക്കണം. ഉദാഹരണത്തിന് ഇന്ത്യയിൽ മദ്യത്തിൻ്റെ പരസ്യം നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അത് ഇന്ത്യയിൽ ആ കച്ചവടം ചെയ്യുന്ന ലിക്കർ ബിസിനസ് നടത്തുന്ന കമ്പനികൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ സിഗരറ്റ്, ബീഡി പാക്കറ്റുകളിൽ
പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് രേഖപ്പെടുത്തൽ ഇന്ത്യയിൽ നിർബന്ധമാണ്. അപ്പോൾ അത്തരം നിയമം എന്ത് ചെയ്യണം? ഇത്തരം ബിസിനസ്സുകളിൽ ഏർപ്പെട്ട കമ്പനികൾ, സിഗരറ്റ് ബീഡി ബിസിനസ്സുകളിൽ ഏർപ്പെട്ട കമ്പനികൾ അത്തരം ആ ഒരു വാചകം അവരുടെ പരസ്യത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ കുട്ടികൾക്കുള്ള പരസ്യത്തിൽ ഏറ്റവും നല്ലത് മുലപ്പാലാണ് എന്ന പരസ്യം നിർബന്ധമായി ചേർക്കണം. അപ്പോൾ ബേബി ഫുഡിൻ്റെ പരസ്യങ്ങളിൽ മുലപ്പാലാണ് ഏറ്റവും നല്ലത് എന്ന പരസ്യം ചേർക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ, ഒരു രാജ്യത്തിന് ബാധകമായ നിയമങ്ങളെക്കുറിച്ച് ഈ ബിസിനസ് സ്ഥാപനം ശരിക്ക് അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. 1 എക്കണോമിക് എൻവയോൺമെൻറ്റ് അഥവാ സാമ്പത്തിക പരിതസ്ഥിതി, 2 സോഷ്യൽ എൻവയോൺമെൻറ്റ് അഥവാ സാമൂഹിക പരിതസ്ഥിതി, 3 ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് അഥവാ സാങ്കേതിക വിദ്യാപരമായ പരിതസ്ഥിതി, 4 പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് അഥവാ രാഷ്ട്രീയ പരിതസ്ഥിതി, 5 ലീഗൽ എൻവയോൺമെൻറ്റ് അഥവാ നിയമപരമായ പരിതസ്ഥിതി. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശരിക്ക് നോട്ട് എഴുതി പഠിക്കാം.